ഉമ്മയുടെ പൊരുത്തക്കേട് ആരെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ, വേഗം പൊരുത്തം വാങ്ങിക്കോ. വാപ്പയോട് ആർക്കെങ്കിലും മാനസിക അകൽച്ചയുണ്ടോ, വേഗത്തിൽ നന്നായിക്കോ. ഭാര്യ ഭർത്താക്കളെ, നിങ്ങൾ ഇണകളായിട്ടാണ് താമസിക്കേണ്ടത്. ഇണയും തുണയുമെന്നാണ് ഭാര്യ ഭർത്താക്കന്മാർ. ഇണയും തുണയും എന്ന് പറഞ്ഞാൽ ഒന്ന് പിരിഞ്ഞാൽ മറ്റത് മാത്രം നടക്കൂല. അതാണ് ഇണയും തുണയും. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിയ ഒരു ജോഡി നമ്മളെടുത്തുണ്ടല്ലോ, അത് ഒന്ന് പോയാൽ മറ്റത് നമ്മൾ ഉപയോഗിക്കുമോ? ഏതാണ്? നമ്മളെ കാൽമോക്കാണ് 2 ചെരുപ്പ്, മുന്തിയ ചെരുപ്പ് വാങ്ങി ഒരു ജോഡി, പിന്നെ നോക്കുമ്പോൾ ഒന്ന് കാണാനില്ല. അപ്പോൾ ഒരു ചങ്ങായിട്ട് ഒന്നും ഇട്ടുകാണ്ട് ഇങ്ങനെ പോകണം. ഇതെന്താ ഒന്ന്, ഇത് മുന്തിയതാണ്, അപ്പോൾ ഒന്നെങ്കിൽ ഒന്ന് നിൽക്കട്ടെ. അങ്ങനെ ഒരാളെ കണ്ടിരിക്കണം നിങ്ങൾ? ഇല്ല. അതൊരു ജോഡിയാണ്. ഒരു പക്ഷിക്ക് 2 ചിറക, ഇടത്തും വലത്തും ഒരുമിച്ച്. അപ്പം ആ ഒരു ജോഡിയായി നിൽക്കുന്നിടത്ത് എന്ത് വേണം? വിട്ടുവീഴ്ചക്ക് നല്ലോണം ഭാര്യ തയ്യാറാകണം. ഭാര്യയ്ക്ക് ക്ഷമിക്കാൻ ആരും തയ്യാറാകണം, ഭർത്താവും തയ്യാറാകണം. അങ്ങനെ നമ്മളെ കുടുംബജീവിതം മുന്നോട്ട് പോകുള്ളൂ. അല്ലാഹു തആല ഖൈർ തരട്ടെ.